ആഘോഷം. മലയാള ഭാഷ തൻ നാലുകെട്ടിൽ കാലം ഒരുപാടു കഥകൾ പറഞ്ഞു. മനസ്സിലൊരു നിർമാല്യഗന്ധമായി നിറയുന്ന ഗാഥകളനേകം. നെഞ്ചോടു ചേർന്ന് കഥാകാരനാകും ഓരോ കഥയും ജ്ഞാനപീഠത്തിൻ പ്രകാശമി മലയാണ്മയിൽ നിറവിടട്ടെ. സ്മരണകൾ നിറയുന്ന മണ്ണിൽ സുൽത്താന്റെ പെരുമയോ നിറയുന്ന മണ്ണിൽ കഥകൾ അത്ഭുത. ഇവിടെ ഒരു ദിവസം താമസിക്കുകയും ഫാബി ബഷീർ ഉണ്ടാക്കുന്ന ഭക്ഷണമെല്ലാം കഴിച്ച് ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ സ്ഥാപകനായിരുന്ന ശ്രീ ഓർമിസ് സാറും ഏറെ നാളുകൾ എം ഡിയോടൊപ്പം ഇവിടെ താമസിച്ചിട്ടുണ്ട്. ആ ഒരു ബന്ധവും എറണാകുളത്തെ താമസമൊക്കെയാണ് ഫെഡറൽ ബാങ്കിന് ഈ സ്ഥലം ബഷീർ കൊടുത്തത്. എറണാകുളത്ത് ബഷീർ താമസിക്കുമ്പോഴും ഫെഡറൽ ബാങ്കിൻ്റെ സ്ഥാപകനായ ഓർമിസ് സാറ് അവിടുത്തെ താമസക്കാരനായിരുന്നു. അങ്ങനെയുള്ള ഓർമ്മകൾ എല്ലാം എം ഡിയുമായിട്ട് ഏറെ ബന്ധങ്ങളുള്ളതുകൊണ്ട് എം ഡിയുടെ 85ാമത് ജന്മദിനം പ്രമാണിച്ച് തുടങ്ങി ഫെഡറൽ ബാങ്കിൻ്റെ ഇവിടുത്തെ ജീവനക്കാരും ഇവിടുത്തെ ഫെഡറൽ ബാങ്കിൻ്റെ ഇടപാടുകാരും ബഷീറിൻ്റെ ആരാധകരെല്ലാവരും ഒത്തുകൂടി എം ഡിയുടെ ജന്മദിനം ആഘോഷിച്ച് വരാറുണ്ട്. ഇന്ന് നമുക്കറിയാം, മലയാളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന എഴുത്തുകാരനാണ്. മലയാളിക്ക് എന്നും അഭിമാനിക്കാവുന്ന, വളരെ അഹങ്കാരത്തോട് പറയാവുന്ന രണ്ടക്ഷരം എം ഡി എന്ന രണ്ടക്ഷരം. ആ എം ഡി എന്ന രണ്ടക്ഷരം ഇന്ന് മലയാളികൾക്ക് സുപരിചിതമാണ്. LKG മുതൽ PG വരെയുള്ള അല്ലെങ്കിൽ PhD ഉള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും എം ഡിയുടെ ഏതെങ്കിലും ഭാഗം പഠിക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ എം ഡിയെ പോലെയുള്ള ഒരു മലയാളിക്ക് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ്. ഇന്ന് എം ഡിയുടെ ജന്മദിനം എം ഡി പറയുന്നുണ്ട്, എൻ്റെ ജന്മദിനമായി ആഘോഷിക്കാറില്ല. ഇന്നത്തെ രാവിലത്തിൽ എം ഡി പറഞ്ഞ ഒരു അഭിമുഖം ഇങ്ങനെയാണ്: എൻ്റെ ജന്മദിനം ഞാൻ അറിയാറില്ല, പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എൻ്റെ വീട്ടിലും എൻ്റെ ബന്ധുക്കളും ഇതുകൂടാതെ എനിക്കറിയാവുന്ന ഒരു സ്ഥലം. എത്ര പറഞ്ഞാലും അധികമാവില്ല അത്രമേൽ ശ്രേഷ്ഠനായി എഴുത്തിടം കാത്തോരം വിശ്രമിക്കുന്ന കളിക്കളം പോലെ അതിന് മുന്നിൽ ചൈനീസ് സമ്പത്തിന്റെ രണ്ട് വാക്ക് ഇതിനെക്കുറിച്ച് എം ഡിയെ കുറിച്ച് രണ്ട് വാക്ക് വായിച്ചോട്ടെ. ഞാൻ ഭാഗമായ എം ഡിയുടെ 91ാം ജന്മദിനം നമ്മൾ ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന എന്നാ പറയുക, ക്യാരറ്റ് കേക്കാണ്. ജോബിയുടെ കൊടുക്കുക, ജോബിയുടെ ഹാപ്പി വെച്ച പൊതുനന്മയ്ക്കായുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാത്തിനും താല്പര്യത്തോടെ പങ്കുകൊണ്ടു. മറുകൈ അറിയാതെ ദാനം ചെയ്തു. ഒരു ദുഃഖം അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നും അസ്വസ്ഥതയുണ്ടാക്കി. സുൽത്താന്റെ പേരിലുള്ള ഓർമ്മയ്ക്കുള്ള എന്താ പറയുക പുരസ്കാരങ്ങളുമൊക്കെ